ഹലോ, ബോണഫൈഡ് PSCയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൻ്റെ സിലബസ് ഒന്ന് അനലൈസ് ചെയ്യുകയാണ്. അതിൽ 50 മാർക്കിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്, ലോ റിലേറ്റഡ് ആയിട്ടുള്ള സ്പെഷ്യൽ ടോപ്പിക്കിനെ കുറിച്ചാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. 50 മാർക്കിൻ്റെ 10 മൊഡ്യൂളായിട്ടാണ് അതിൽ കൊടുത്തിട്ടുള്ളത്. സിലബസിൽ 10 മൊഡ്യൂളുകളാണ്. ഓരോ മൊഡ്യൂളിലും 1, 2, 3 ലോ സബ്ജക്റ്റുകൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 10 മൊഡ്യൂളുകൾക്കായിട്ട് ഓരോ മൊഡ്യൂളിനും 5 മാർക്ക് വീതം 50 മാർക്കിനാണ് ഈ സബ്ജക്റ്റുകൾ സിലബസിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഓരോ മൊഡ്യൂളിൽ കൊടുത്ത സബ്ജക്റ്റ് എന്താണ് എന്നുള്ളതൊന്ന് ജസ്റ്റ് നോക്കി വെക്കാം. ഒന്നാമത്തെ മൊഡ്യൂളിൽ 2 ലോ സബ്ജക്റ്റുകളാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്ന് ജൂറിസ്പ്രുഡൻസ്, രണ്ടാമത്തത് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് സ്റ്റാറ്റ്യൂട്ട്സ്. ഓരോ സബ്ജക്റ്റും എന്താണ് എന്ന് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടി ഓരോ സബ്ജക്റ്റിൻ്റെയും ഒരു ഇൻട്രോ വീഡിയോ ഞാൻ ഇടുന്നുണ്ട്. ഇപ്പോൾ സിലബസിലുള്ള സബ്ജക്റ്റുകളെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. രണ്ടാമത്തെ മൊഡ്യൂളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അഡ്മിനിസ്ട്രേറ്റീവ് ലോയും കോൺസ്റ്റിറ്റ്യൂഷനുമാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ നിങ്ങൾ കേട്ട് പരിചയമുള്ളതാണ്, കോൺസ്റ്റിറ്റ്യൂഷൻ ലോ, അഡ്മിനിസ്ട്രേറ്റീവ് ലോ. മൂന്നാമത്തെ മൊഡ്യൂളിൽ ഡീൽ ചെയ്യുന്നത് BNSS 2 ക്രിമിനൽ നിയമങ്ങളാണ് അല്ലേ. പുതിയതായിട്ട് വന്ന ഭാരതീയ ന്യായ സംഹിതയും ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയുമാണ് മൂന്നാമത്തെ മൊഡ്യൂളിൽ ഡീൽ ചെയ്യുന്നത്. നാലാമത്തെ മൊഡ്യൂളിൽ ഡീൽ ചെയ്യുന്നത് സിവിൽ ലോകളാണ്. CPC സിവിൽ പ്രൊസീജിയർ കോഡ് ഉണ്ട്, ടോർട്ട് ലോ ഉണ്ട്, കോൺട്രാക്റ്റ് ലോ ഉണ്ട്. കൂടാതെ ചെറിയ മറ്റ് ആക്റ്റുകളും. അഞ്ചാമത്തെ മൊഡ്യൂളിൽ ഭാരതീയ സാക്ഷ്യ അധിനിയം BSA, അതും പുതുതായി വന്ന നിയമമാണ്. ആറാമത്തെ മൊഡ്യൂളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പ്രോപ്പർട്ടി റിലേറ്റഡ് ആയിട്ടുള്ള ലോയാണ്, പ്രോപ്പർട്ടി ലോസ്. ഏഴാമത്തെ മൊഡ്യൂളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ലോ റിലേറ്റിംഗ് ടു ലാൻഡ് ആൻഡ് എൻവയോൺമെൻ്റ് ആണ്. എട്ടാമത്തെ മൊഡ്യൂളിൽ ലേബർ ലോകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ലേബർ ലോ, കുറേ അധികം ലേബർ ലോസ് പഠിക്കാനുണ്ട്, കുറേ അധികം ലേബർ ആക്റ്റുകൾ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒൻപതാമത്തെ മൊഡ്യൂളിൽ സ്പീഡി ജസ്റ്റിസ്, ലീഗൽ എയ്ഡ് ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് വൾണറബിൾ സെക്ഷൻസ്. അതിൽ നിരവധി ഏകദേശം ഒരു 10-12ഓളം ആക്റ്റുകൾ കൂടി ചേർന്നിട്ടുള്ളൊരു മൊഡ്യൂളാണ് ഒമ്പതാമത്തെ മൊഡ്യൂള്. 10ാമത്തെ മൊഡ്യൂളിൽ പബ്ലിക് ഇൻ്റർനാഷണൽ ലോയാണ് പഠിക്കാനുള്ളത്. ഇത്രയാണ് 10 മൊഡ്യൂളുകളായിട്ട് കൊടുത്തിട്ടുള്ള ലോ സബ്ജക്റ്റുകൾ. അപ്പോൾ ഇത് ഓരോ മൊഡ്യൂളിലുള്ള ഓരോ ടോപ്പിക്കുകളും എന്താണ്, ഓരോ സബ്ജക്റ്റുകൾ എന്താണ് എന്നുള്ള ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി ഞാനൊരു ഇൻട്രോ ക്ലാസ് ഓരോ മൊഡ്യൂളിൻ്റെ ഓരോ സബ്ജക്റ്റിൻ്റെയും ഇൻട്രോ ക്ലാസ് ചെയ്യുന്നുണ്ട്. അത് ജസ്റ്റ് ഒന്ന് കാണുക. എന്നാൽ പിന്നെ നിങ്ങൾക്ക് ഇതൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവും നമ്മൾ എന്താണ് ഈ ഒരു സ്പെഷ്യൽ ടോപ്പിക്കിൽ 50 മാർക്കിന് പഠിക്കാൻ പോകുന്നത് എന്നുള്ളത്. ഓക്കെ, താങ്ക് യു.